everyone, welcome to Xylem SSC RRB. അപ്പോൾ നമ്മളൊരു പുതിയ ടോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഈ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ വരുന്നതാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ ഇനീഷ്യൽ റേഷ്യോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റേഷ്യോ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. A:B ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു, ഈ നമ്പർ A:B റേഷ്യോയിലുള്ള നമ്പർ ഏതും ആവട്ടോ, ചിലപ്പോൾ രണ്ടുപേരുടെ വയസ്സാവാം, അല്ലെങ്കിൽ രണ്ടുപേരുടെ കയ്യിലുള്ള എന്തെങ്കിലും എമൗണ്ട് ആവാം, ക്യാഷ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുടെ എണ്ണം ആവാം, എന്തും ആവാം. ഇനി ഈ A:B എന്ന് പറയുന്ന റേഷ്യോയിലുള്ള രണ്ട് നമ്പേഴ്സിനും എന്തെങ്കിലും ചേഞ്ച് വന്നു. ഇപ്പം ഇവിടെ ഞാൻ ചേഞ്ച് X എന്ന് പറയുന്ന ചേഞ്ച് ആദ്യത്തെ നമ്പറിന്, രണ്ടാമത്തെ നമ്പറിന് Y എന്ന് പറയുന്ന ചേഞ്ച്. ഈ ചേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലേ? ഒരു നമ്പർ കൂടാം കുറയാം, ആളുടെ വയസ്സ് കൂടിക്കഴിഞ്ഞാലുള്ളതും അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാലുള്ളതും പറയാം നമുക്ക്. അതേപോലെ തന്നെ കയ്യിലുള്ള ക്യാഷ് അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതും പറയാം. അപ്പം എക്സും വൈയും കൂടുന്നതാവാം കുറയുന്നതാവാം. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് C:D ആയിട്ട് മാറി. ഇങ്ങനെ നമുക്ക്, അതായത് ആദ്യം ഇനീഷ്യൽ റേഷ്യോ, പിന്നെ ഫൈനൽ റേഷ്യോ, പിന്നെന്താണ് ആ ചേഞ്ച്, ആദ്യത്തെ റേഷ്യോയിൽ നിന്ന് രണ്ടാമത്തെ റേഷ്യോയിലോട്ട് വരാനുള്ള ചേഞ്ച്, എത്ര ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്, വാല്യൂവിൽ വന്നിട്ടുള്ള വ്യത്യാസം, ഇത് മൂന്നും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ വാല്യൂസോ അല്ലെങ്കിൽ ചേഞ്ച് വന്നതിന് ശേഷമുള്ള വാല്യൂസോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പം പറയുന്നതിന് മുന്നേ നമ്മുടെ RRB NTPC ബാച്ച് ലോഞ്ച് ചെയ്ത ഇവരെല്ലാവരും അറിയാലോ മക്കളെ. അപ്പോൾ ഇനിയും ഈ ഒരു ബാച്ചിൽ, നമ്മുടെ ടിക്കറ്റ് ടു സക്സസ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സമയം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് June 5 ആൻഡ് ഇതിന്റെ ഫീ വരുന്നത് 3,999 ആണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി, 9995100800. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: two numbers are in the ratio of 12:23. If 9 is added to each number, the numbers that obtained are in the ratio 3:5. Then find the numbers. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 12:23. ഇതിലോട്ട് എന്ത് ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്? രണ്ട് നമ്പറിലോട്ടും 9 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പുതിയ റേഷ്യോ എത്രയാണ്? 3:5 ആണ്. അപ്പോൾ ശരിക്കും നമ്മളിത് എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ആദ്യത്തെ റേഷ്യോ 12:23 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 12x-ഉം 23x-ഉം ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താ ചേഞ്ച്? രണ്ടിനോടും 9 കൂട്ടി, അല്ലേ? അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ എന്തായിട്ട് മാറും? 12x + 9 ഡിവൈഡഡ് ബൈ 23x + 9. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 3:5 അല്ലെങ്കിൽ 3/5 ആണ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും, അല്ലേ? എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ കിട്ടും, 23x എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറും കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ്. ശരിക്കും അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അവിടെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ്, പേര് നോക്കിക്കുക, ക്രോസ് ചെയ്ത് പ്രൊഡക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും കൂടെ സിംപ്ലിഫൈ ആയിട്ടുള്ള, ചെറിയൊരു കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ടൈം കുറച്ചുകൂടെ ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മെത്തേഡിൽ. നോക്കാലോ. അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനീഷ്യൽ റേഷ്യോ ഇവിടെ മുകളിൽ എഴുതി 12:23. ദെൻ ഫൈനൽ റേഷ്യോ, അല്ലേ? ചേഞ്ച് വന്നതിന് ശേഷമുള്ള റേഷ്യോ ഇവിടെ എഴുതി, താഴത്തെ എഴുതി 3:5. എൻ്റെ ആ ചേഞ്ച് ഉണ്ടല്ലോ, രണ്ട് നമ്പേഴ്സിനും വന്നിട്ടുള്ള മാറ്റം ഞാൻ താഴെ എഴുതി കൊടുക്കുകയാണ്. ആ നമ്പേഴ്സ് ആയിട്ട്, റേഷ്യോ അല്ല നമ്പേഴ്സ്. രണ്ട് പേർക്കും എന്താണ്? 9 കൂടി എന്നാണ് പറയുന്നത്. 9 കൂട്ടി. ഇപ്പം ആ ഒരു ചേഞ്ച് അവിടെ ഇട്ട് കൊടുത്തു. ദെൻ നോക്കിക്കേ, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. പേരിലുണ്ട് ക്രോസ് പ്രൊഡക്റ്റ്. അതെവിടെയാണ് എടുക്കേണ്ടത്? ആദ്യം ഞാൻ ഇവിടെ ഇങ്ങനെ ക്രോസ് എടുത്തിട്ട് പ്രൊഡക്റ്റ് എടുക്കും. 12 × 5 60. 23 × 3 എത്ര വന്നു? 69. ഓക്കെ, രണ്ടിൻ്റെയും എന്തെടുത്തു? ക്രോസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്തു. ദെൻ ആ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കണം. ശ്രദ്ധിക്കുക, ഡിഫറൻസ് ആണ് കേട്ടോ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മോഡ് വാല്യൂ ആയിരിക്കും. വ്യത്യാസം കണ്ടാൽ മതി, സബ്സ്ട്രാക്ട് ചെയ്യാനല്ല പറഞ്ഞത്, ഡിഫറൻസ് എടുക്കാനാണ്. അപ്പോൾ 60-ൻ്റെയും 69-ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. ഓക്കെ അല്ലേ? 9 വന്നു. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം, താഴത്തും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ 3 × 9 27, 5 × 9
45. ഇവിടെ ഡിഫറൻസ് എടുത്ത് നോക്കിക്കേ. ഇവിടെ എന്താണ് ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ 27ൻ്റെയും 45ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 18. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലത്തും നമ്മൾ ക്രോസ് ചെയ്ത് പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഡിഫറൻസ് കണ്ടു. ദെൻ നമുക്ക് മുകളിൽ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ 9, അതിനെ 9 യൂണിറ്റ് ആയിട്ട് എടുക്കാം. 9 യൂണിറ്റ് ഈസ് ഈക്വൽ ടു താഴെ കിട്ടിയിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ 18 എന്ന് കൊടുക്കാം. 9 യൂണിറ്റ് 18 ആണെങ്കിൽ നമുക്കറിയാം 1 യൂണിറ്റ് എത്രയാണ്? 1 യൂണിറ്റ് 2 ആണ്. ഈ കിട്ടിയിരിക്കുന്ന 1 യൂണിറ്റ് ഉണ്ടല്ലോ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 2, അത് നമുക്ക് ഫസ്റ്റ് റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിൽ ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഫൈനലി കിട്ടുന്ന ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഇനീഷ്യൽ റേഷ്യോയിലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. 3:5 1 യൂണിറ്റ് 2 ആണെങ്കിൽ 3 യൂണിറ്റ് 6 എന്ന് പറയാൻ പാടില്ല, ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 1 യൂണിറ്റ് 2 കിട്ടി. നമുക്ക് കാണേണ്ടത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദെൻ ഫൈൻഡ് ദ നമ്പേഴ്സ് ആണ്. 2 നമ്പേഴ്സും ഏതൊക്കെയാണ്? അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന നമ്പേഴ്സ്. സോ 12 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 × 2 24 വന്നു. ദെൻ 23 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 23 × 2 എത്ര വരും മക്കളെ? 46. സോ 24ഉം 46ഉം ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോൾ ഒറ്റ കാര്യം ഇതിനു മുമ്പ് ഒന്നുകൂടെ പറയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ഡിഫറൻസ് കാണാം. താഴെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ഡിഫറൻസ് കാണാം. മുകളിൽ കിട്ടിയിട്ടുള്ള വാല്യൂ അത്രയും യൂണിറ്റ് ഈസ് ഈക്വൽ ടു താഴെ കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 1 യൂണിറ്റിൻ്റെ വാല്യൂ കാണാം. ആ 1 യൂണിറ്റ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ? ഇനീഷ്യൽ റേഷ്യോയിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ ഒറ്റ കാര്യം കൂടെ, ഇതിൽ നമുക്ക് ഈ മെത്തേഡ് അല്ലാതെ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നത് സെയിം നമ്പർ ആകുന്ന സമയത്ത് നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷനിൽ വേറെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു റേഷ്യോയിൽ നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്ന് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു മെത്തേഡ് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് രണ്ടിലും വരുന്ന ചേഞ്ചസ് 2 ഡിഫറെൻ്റ് ആകുമ്പോഴാണ്. ഇപ്പം ഇവിടെ പ്രശ്നമില്ല. ഇവിടെ എന്താണ്? 2 9 ആണ് ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേറെ മെത്തേഡ്സ് വെച്ചിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരാൾക്ക് 9 കൂടുന്നു, ഒരാൾക്ക് 15 കൂടുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് 15 കുറയുന്നു, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡാണ് ഒന്നുകൂടെ ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അപ്പം അതിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മന്ത്ലി ഇൻകംസ് ഓഫ് A and B are in the ratio 10:7 while their monthly expenditure are in the ratio 7:5. If they have saved rupees 4,000 and rupees 2,000 monthly respectively, then find the difference in their monthly incomes. നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ ആ നമ്പറിന് പകരം തന്നിരിക്കുന്നത് 2 വ്യക്തികളുടെ ഇൻകം ആണ്. എയുടെയും ബിയുടെയും മന്ത്ലി ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 10:7 ആണ്. 10:7 ആണ്. ദെൻ എന്ത് തന്നിട്ടുണ്ട്? ഇവരുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:5 ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ ആദ്യം ഒരു റേഷ്യോ, അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുള്ള റേഷ്യോ. ഇവിടെ നോക്കിക്കോ, ഇവിടെ അത് തന്നെയല്ലേ? ആദ്യം ഇൻകം, ആൾക്ക് കിട്ടിയിട്ടുള്ള സാലറി അല്ലെങ്കിൽ ഇൻകം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ്സ് മൈനസ് ചെയ്താലല്ലേ എക്സ്പെൻഡിച്ചർ. ഇൻകത്തിൽ നിന്നും സേവിങ്സ് മൈനസ് ചെയ്താലാണ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താലാണ് സേവിങ്സ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഇതിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്താണ്? സേവിങ്സ് ആണ്. ആ സേവിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവർ സേവ് ചെയ്യുന്നത് rupees 4,000 rupees 2,000. അതായത് A 4,000 രൂപയും B 2,000 രൂപയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവരുടെ മന്ത്ലി ഇൻകംസിൻ്റെ ഡിഫറൻസ് ആണ്. ഫൈൻ, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് 10 × 5 50 വന്നു, മൈനസ് 7 × 7 49. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ആൻഡ് താഴത്ത് നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് 7 × 2 എത്ര വന്നു? 14,000. 5 × 4 20,000. ഡിഫറൻസ് എത്രയാണ്? 6,000. അതായത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും 1 യൂണിറ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ഇൻ ദർ മന്ത്ലി ഇൻകംസ് ആണ്. ഇവരുടെ മന്ത്ലി ഇൻകംസിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ? 10 യൂണിറ്റിൻ്റെയും 7 യൂണിറ്റിൻ്റെയും ഡിഫറൻസ്. 10 - 7 എത്ര വരിക? 3 യൂണിറ്റ് അല്ലേ? സോ നമുക്ക് കാണേണ്ടത് എന്താണ്? 3 യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്
6000 ആണെങ്കിൽ 3 യൂണിറ്റ് 6000 ഇൻറ്റു 3 എത്ര വന്നു? 18000 വരും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പം എല്ലാപ്പോഴും നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങനെ ചിത്രമൊന്നും വരയ്ക്കണം എന്നില്ല. ആൻഡ് ഓൾസോ നമുക്കിത് മൈൻഡിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് ചെയ്യണം എന്നല്ല. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാം 10 × 5 50, 7 × 7 49. ഡിഫറൻസ് 1 ആണ്. 7 × 2 14,000, 4 × 5 20,000, അല്ലെ 5 × 4 20,000. ഡിഫറൻറ്റ് 6,000 ആണ്. ഒരു യൂണിറ്റ് ഈസ് ഈക്വൽ ടു 6,000. അങ്ങനെ കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ഒന്നുകൂടെ നമുക്ക് എളുപ്പമാണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ബിറ്റ്വീൻ പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി ഈസ് 9:7 റെസ്പെക്റ്റീവ്ലി. The ratio between A's age 6 years ago and B's age 8 years hence is 5:6. What is the ratio between A's age 4 years hence and B's age 8 years ago? നോക്കിക്കേ, രണ്ടുപേരുടെ വയസ്സാണ്. എ ബി എന്ന് പറയുന്ന രണ്ടുപേരുടെ വയസ്സ്. അപ്പം അത് റേഷ്യോ 9:7 ആണ് ഇപ്പം പ്രസൻ്റ്ലി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ A's age 6 years ago. എയുടെ വയസ്സ് 6 വർഷം മുൻപ്. 6 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? -6 എന്ന് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ ഇവിടെ വാല്യൂ എഴുതുമ്പം -6. ഓക്കെ, പിന്നെ നോക്കിക്കേ, ആൻഡ് ബീസ് ഏജ് 8 years ഹെൻസ്. ഹെൻസ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് അല്ലെങ്കിൽ വർഷം കഴിഞ്ഞിട്ട് എന്നുള്ള മീനിങ് ആണ്. 8 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ എന്താണ്? ആഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? ഇപ്പം 8 ഇവിടെ ചേഞ്ച്, പോസിറ്റീവ് ആണ്. അപ്പോൾ ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവും. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്തായിട്ട് മാറി? 5:6. 5:6. ഇനി ക്രോസ് ചെയ്തേ. ബാക്കി നമുക്ക് ലാസ്റ്റ് നോക്കാം. അതായത് എന്താണ് അവസാനം കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുമ്പം 9 × 6 എന്ത് വന്നു? 54. -5 × 7 35. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 19 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 5 × 8 40. -6 × -6 എത്രയാണ്? -36. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 40. മൈനസും പ്ലസ് ആവും. അപ്പോൾ 40 + 36 76 വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 19 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 76 എന്ന് പറയാം. 19 യൂണിറ്റ് 76 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ത് വന്നു? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 വരും. 76/19 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ A's age 4 years hence and B's age 8 years ago ആണ്. എയുടെ വയസ്സ് 4 വർഷം കഴിഞ്ഞാലും ബിയുടെ വയസ്സ് 4 വർഷം കഴിഞ്ഞിട്ടും ബിയുടെ വയസ്സ് 8 വർഷം മുന്നേ ഉള്ള വയസ്സുകളുടെ റേഷ്യോ. അതിനാദ്യം നമുക്ക് എന്ത് വേണം? ഇവരുടെ ഇപ്പോഴത്തെ വയസ്സ് കാണണം. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സ് ഒരു യൂണിറ്റ് 4 ആണെങ്കിൽ 9:7 ആണ് റേഷ്യോ. ഇപ്പോൾ 4 × 9 ഇവിടെ 36 വന്നു. 4 × 7 ഇവിടെ 28 വന്നു. നോക്കിക്കേ, എയുടെ വയസ്സ് 4 വർഷം കഴിഞ്ഞാൽ ഹെൻസ് ആണ്. അപ്പോൾ എക്ക് 4 വർഷം കൂടണം. പുതിയ വയസ്സ് എന്ത് വന്നു? പുതിയ വയസ്സെന്ന് പറയുന്നത് 36 + 4 40. ഇനി നോക്കിക്കേ, ബിയുടെ വയസ്സ് 8 വർഷം മുന്നേ. അപ്പോൾ 28 - 8 20. അപ്പോൾ 40:20 അല്ലെങ്കിൽ 2:1 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ കിട്ടുക. So answer will be option C, 2:1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബിഫോർ ബാറ്റിൽ ദ റേഷ്യോ ഓഫ് ക്യാപ്റ്റൻസ് ടു സോൾജിയേഴ്സ് വാസ് 2:7. ഡ്യൂറിംഗ് ദ ബാറ്റിൽ 25 ക്യാപ്റ്റൻസ് ആൻഡ് 100 സോൾജിയേഴ്സ് were martyred. Then the new ratio of captains to soldiers became 3:10. What is the number of soldiers after the battle? അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്യാപ്റ്റൻസിൻ്റെയും സോൾജേഴ്സിൻ്റെയും എണ്ണമായിരുന്നു. അപ്പോൾ ഇവിടെ ബിഫോർ ബാറ്റിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നേ ക്യാപ്റ്റൻസിൻ്റെയും സോൾജേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെ റേഷ്യോ 2:7 ആയിരുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചു? ഡ്യൂറിംഗ് ദ ബാറ്റിൽ 25 ക്യാപ്റ്റൻസ് ആൻഡ് 100 സോൾജേഴ്സ് were martyred. 25 ക്യാപ്റ്റൻസും 100 സോൾജേഴ്സും എന്ത് ചെയ്തു? മരണപ്പെട്ടു. അതായത് ഇവിടെ ഈ നമ്പേഴ്സിൽ എന്ത് വന്നു? 25ഉം 100ഉം കുറവ് വന്നു. ഓക്കെ, അപ്പം ഞാനിവിടെ 25 100 എന്ന് എഴുതി. അപ്പം ഞാനിവിടെ മൈനസ് ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 22 മൈനസ് അല്ലേ? അപ്പം രണ്ടിൻ്റെയും സിമ്പൽ ഒന്നാണെങ്കിൽ, രണ്ട് ചേഞ്ചിൻ്റെയും സിമ്പൽ ഒന്നാണെങ്കിൽ, അതായത് രണ്ടും കൂടുക അല്ലെങ്കിൽ രണ്ടും കുറയുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ സിമ്പലിൻ്റെ ആവശ്യമില്ല. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ഒന്നിന് മാത്രം ഇൻക്രീസ് 1 ഡിക്രീസും ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സിമ്പൽ ഇട്ട് കൊടുക്കണം. ഇവിടെ സിമ്പൽ ഇട്ടാലും വ്യത്യാസമൊന്നുമില്ല. സിമ്പൽ ഇട്ടാലും നമുക്ക് ആൻസർ ഒന്ന് തന്നെ കിട്ടുള്ളൂ. പിന്നെ നെഗറ്റീവ് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കേണ്ട. കാരണം
പോസിറ്റീവിൻ്റെ അതേ എഫക്റ്റ് തന്നെ വരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ എന്താണ്? 3:10. 3:10. നോക്കിക്കേ, നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ആഫ്റ്റർ ദ ബാറ്റിൽ ആണ്. അപ്പോൾ ആഫ്റ്റർ ദ ബാറ്റിൽ കാണുന്നതിന് മുൻപേ നമുക്കിത് ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്യുമ്പം 2 × 10 20, 3 × 7 എന്ത് വന്നു? 21. സോ ഡിഫറൻസ് എത്ര വന്നു? 1 യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 100 300 മൈനസ് 25 × 10 250. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ഒരു യൂണിറ്റ് ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടി? 50 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കാണേണ്ടത് സോൾജിയേഴ്സിൻ്റെ എണ്ണം ആഫ്റ്റർ ബാറ്റിലാണ്. അപ്പോൾ ആഫ്റ്റർ ബാറ്റിൽ നമുക്ക് ഒരിക്കലും ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? സോൾജിയേഴ്സ് എത്ര പേരാണോ മരണപ്പെട്ടിട്ടുള്ളത് അവരെ മൈനസ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ ഇവിടെ എത്ര പേരായിരുന്നു? 7 യൂണിറ്റ് ആണ് സോൾജിയേഴ്സ്. 7 × 50 350. അതിൽ നിന്ന് എത്ര പേരാണ് മരണപ്പെട്ടത്? 100 പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബാറ്റിൽ എത്ര ആയിട്ട് മാറും? 350 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 250. ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 years ago, ages of A and B were in the ratio 4:5. And 7 years hence, their ages will be in the ratio 5:6. What will be the ratio of their ages 5 years from now? അപ്പോൾ ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും വയസ്സുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 4:5 ആണ്. പക്ഷേ ഈ 4:5 എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള വയസ്സുകളുടെ റേഷ്യോ അല്ല. എപ്പോഴത്തതാണ്? 7 years ago ആണ്. 7 വർഷം മുന്നേ ഉള്ളത്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ആൻഡ് 7 years hence, ഇനി 7 വർഷം കഴിഞ്ഞാലുള്ള ഇവരുടെ വയസ്സുകളുടെ റേഷ്യോ എന്താണ്? 5:6. അതായത് ഈ രണ്ട് റേഷ്യോ എന്തല്ല? ഇപ്പം നിലവിലുള്ള വയസ്സുകളുടെ റേഷ്യോ അല്ല. ഒന്ന് ഇപ്പോൾ ഉള്ളതിനേക്കാളും 7 വർഷം മുന്നേ ഉള്ളതും മറ്റൊന്ന് ഇപ്പോൾ ഉള്ളതിനേക്കാളും 7 വർഷം കഴിഞ്ഞിട്ടുള്ളതും. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നിലവിലുള്ള ഇവരുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഈ രണ്ട് റേഷ്യോൻ്റെയും ഇടക്കുള്ള ഏതോ ഒരു വാല്യൂവിലാണ്, അല്ലെ ഇടക്കാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, ഇവിടെ നോക്കുമ്പം ഇപ്പം നിലവിലുള്ളതിനേക്കാളും 7 years കുറവാണ്. 7 years മുന്നേ ഉള്ള റേഷ്യോ ആണ് 4:5. ഇപ്പം നിലവിലുള്ളതിനേക്കാളും 7 years കൂടിക്കഴിഞ്ഞാലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? 5:6. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോട്ടൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, അതായത് 4:5 നിന്നും 5:6 എത്താൻ ആദ്യം 4:5 നിന്നും 7 years കഴിഞ്ഞിട്ടാണ് ഇപ്പം നിലവിലുള്ള വയസ്സിലോട്ട് എത്തുള്ളൂ. അവിടുന്ന് വീണ്ടും 7 years കഴിഞ്ഞാൽ എന്തിലോട്ട് എത്തുള്ളൂ? 5:6. അപ്പോൾ ടോട്ടൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? രണ്ട് സ്ഥലത്തും 14 കൂടിയിട്ടുണ്ട് അല്ലേ? 14 വയസ്സ് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 4 6 24 മൈനസ് 5 5 25 ഒന്നല്ലേ? 1 യൂണിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 14 മൈനസ് 14 × 6 അല്ലെങ്കിൽ 6 × 14 എന്ന് പറഞ്ഞാൽ 14 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 5ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് 1 ആണ്. 1 × 14 14 അല്ലേ മക്കളെ 1 യൂണിറ്റ് വരുന്നത്? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ ഏജസ് 5 years ഫ്രം നൗ ആണ്. ഇപ്പോഴത്തേനേക്കാളും 5 വർഷം കഴിഞ്ഞാൽ, ഇപ്പോഴത്തേനേക്കാളും 5 വർഷം കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്, അതിനേക്കാളും 5 വർഷം കഴിഞ്ഞാലുള്ളത്. പക്ഷെ നമുക്ക് ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് എവിടെയുള്ള വാല്യൂ കണ്ടെത്താൻ പറ്റുള്ളൂ? ഈ ഒരു വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് വാല്യൂ ഇവിടെ ആദ്യത്തെ റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എയുടെ 7 വർഷം മുന്നേ ഉള്ള വയസ്സ് എന്ത് കിട്ടും? 4 × 14 എത്ര വന്നു? 56. 40 16 56. ആൻഡ് ബിയുടെ വയസ്സ് 5 × 14 എത്ര വരും? 70 വരും. ഓക്കെ, ഇതായിരുന്നു ഇവരുടെ 7 വർഷം മുന്നേ ഉള്ള വയസ്സ്. നമ്മളോട് ചോദിച്ചത് ഇപ്പം നിലവിലുള്ളതിനേക്കാളും 5 വർഷം കഴിഞ്ഞാലുള്ള റേഷ്യോ ആണ് കാണേണ്ടത്. അതായത് ഈ ഒരു വയസ്സെന്ന് നോക്കുമ്പം ആദ്യം 7 years കൂട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടണം? നിലവിലെ വയസ്സ് കിട്ടണം. പിന്നെ അതിലോട് വീണ്ടും എന്ത് കൂട്ടണം? 5 വർഷം കൂട്ടണം അല്ലേ? നമ്മുടെ ആ റേഷ്യോ, കറസ്പോണ്ടിങ് റേഷ്യോ കാണാൻ. അതായത് ഈ രണ്ട് വാല്യൂനോടും ടോട്ടൽ നമ്മൾ 7 + 5 12 ആഡ് ചെയ്യണം. 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 56 + 12 എത്ര വന്നു? 68. 70 + 12 82. ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? 34:41. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Manoj sold an article at a 40% loss. If he would have bought it ₹150 more and sold it at ₹190 more, then loss would be only 20%. Find the initial cost price of the article. നോക്കിക്കേ, മനോജ് ഒരു ആർട്ടിക്കിൾ വിൽക്കുന്നത് 40% നഷ്ടത്തിലാണ്. ഓക്കെ, ഇനി ഇയാൾ ഇതേ സാധനം 150 രൂപ കൂടുതൽ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് 190 രൂപ കൂടുതൽ
വെച്ചിട്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് കിട്ടിയേനെ? ഇയാളെ ലോസ് എന്ന് പറയുന്നത് 20% മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇവിടെ എങ്ങനെയാണ് റേഷ്യോ പ്രൊപ്പോർഷൻ വരിക എന്നുള്ളത്. നോക്കിക്കേ മക്കളെ, 40% ലോസ് എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ? 2/5 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ 2 ലോസ് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ 5 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് 2 ലോസ് കഴിഞ്ഞ് ബാക്കിയുള്ള 3 യൂണിറ്റ് അല്ലേ, 5:3 കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ വരിക. ഇനി എന്തൊക്കെയോ ചേഞ്ച് പറയുന്നുണ്ട്. കോസ്റ്റ് പ്രൈസ് ഇത്ര കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് ഇത്ര കൂടുതലാണെങ്കിൽ എന്ത് വന്നു? ലോസ് 20% ആയിട്ട് മാറും. ലോസ് 20% എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ? 1/5 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് 5 ആണെങ്കിൽ 1 ലോസ് വന്നിട്ട് സെല്ലിംഗ് പ്രൈസ് എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? സെല്ലിംഗ് പ്രൈസ് 4 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ വന്ന ചേഞ്ച് നോക്കാം. കോസ്റ്റ് പ്രൈസിൽ വന്ന മാറ്റം എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസ് 150 രൂപ കൂടിയാൽ അപ്പം ഇത് 150 ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് ₹190 മോർ എന്നാണ് പറയുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്താ ചെയ്തിട്ടുണ്ട്? 190 കൂടി, ഇവിടെ 190 വന്നു. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് എന്തായി? കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് 5x4 20 - 5x3 എത്ര വന്നു? 15. 20 - 15 എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 190 എത്ര വരും? 950 മൈനസ് 4 × 150 എത്രയാണ്? 600. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 950 മൈനസ് 600 350. സോ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 70 ആണെന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചെന്തായിരുന്നു? ഫൈൻഡ് ദ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചത്. ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 5 യൂണിറ്റ്. ഇത് കാണേണ്ട ആവശ്യമില്ലല്ലേ, നമുക്ക് 1 യൂണിറ്റ് കാണേണ്ട ആവശ്യമില്ല. 5 യൂണിറ്റ് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഡയറക്റ്റ് 350 ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ₹350. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഐഡിയ ആദ്യം ഉണ്ടായിരിക്കണം. എങ്ങനെ നമുക്ക് ഈ പെർസെൻറ്റേജിനെ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവം. അവിടെ നോക്ക്, ഇവിടെ റേഷ്യോ എന്ന് പറയുന്ന സത്യത്തിൽ ലോസ് പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ റേഷ്യോ അല്ല, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് പെർസെൻറ്റേജ് ആണ് രണ്ടും തന്നിട്ടുള്ളത്. പക്ഷെ ലോസ് പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചേഞ്ച് തന്നത് കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെതാണ്. അപ്പോൾ ആ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഇനീഷ്യൽ റേഷ്യോവും ഫൈനൽ റേഷ്യോവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടിയിട്ടുള്ള വരുന്ന ചേഞ്ച് നമുക്കറിയാം. അത് വെച്ച് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 50 less had applied and 25 less had selected, the ratio of selected to unselected would have been 9:4. So how many candidates had applied if the ratio of selected to unselected was 2:1? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈഫ് കേസ് ആണ് തന്നിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ സെലക്ട് ചെയ്യാത്ത ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2:1 ആണ്. ഓക്കെ അല്ലേ? എന്നാലും സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് എന്തായി മാറിയേനെ? 9:4 ആയേനെ. എങ്ങനെ വന്നാൽ? 50 ലെസ്സാണ്. അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം 50 കുറവും, അതേപോലെ സെലക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 25 കുറവുമായിരുന്നെങ്കിൽ. ഇവിടെ നോക്കേണ്ട കാര്യം മക്കളെ, ഇവിടെ വരുന്ന ചേഞ്ച് ഉണ്ടല്ലോ. എന്തിനാ ചേഞ്ച് വന്നിട്ടുള്ളത്? അപ്ലൈഡ് ആളുകളുടെയും സെലക്റ്റഡ് ആളുകളുടെയും എണ്ണത്തിലാണ് ചേഞ്ച് വരുന്നത്. അപ്പം നമുക്ക് റേഷ്യോ എന്തിൻ്റെതാ കിട്ടേണ്ടത്? റേഷ്യോ കിട്ടേണ്ടത് അപ്ലൈഡ് ആളുകളുടെയും സെലക്റ്റഡ് ആളുകളുടെയും റേഷ്യോ ആണ് കിട്ടേണ്ടത്. എന്നാൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് ആണ്. ആക്ച്വലി അപ്ലൈഡ് ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ, അപ്ലൈഡ് ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെലക്ട് ചെയ്ത ആളുകളുടെ എണ്ണം പ്ലസ് അൺസെലക്റ്റഡ് ആളുകളുടെ എണ്ണം അല്ലേ? അപ്പോൾ ഇവിടെ 2:1 ആണ് സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് എന്ന് പറഞ്ഞു. സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് 2:1 ആണെങ്കിൽ ടോട്ടൽ അപ്ലൈഡ് എത്ര വരണം? 2 + 1 3 വരണ്ടേ? 3 വന്നു. സെലക്റ്റഡ് എത്ര വരും? 2 വന്നു. അതായത് അപ്ലൈഡ് ടു സെലക്റ്റഡ് റേഷ്യോ ശരിക്കും ഉള്ളത് എത്രയാണ്? 3:2 ആണ്. എന്നാൽ അതെന്തായിട്ട് മാറിയേനെ? ഇവിടെ നമുക്ക് 9:4 എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് 9:4 ആയി മാറിയേനെ. അതായത് അപ്ലൈഡ് ടു സെലക്റ്റഡ് നോക്കുമ്പോൾ 9 × 4 13:9 13:9 ആയിട്ട് മാറിയേനെ. എങ്ങനെ വന്നാൽ? അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 50 കുറവും സെലക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 25 കുറവും. രണ്ടും കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് ആ സിമ്പൽ ഇട്ട് കൊടുക്കുന്നില്ല. ഓക്കെ അല്ലേ? ദെൻ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? സാധാ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 × 9 27, 13 × 2 26. ഡിഫറൻസ് എടുക്കുമ്പോൾ
1 യൂണിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 × 25 325 മൈനസ് 5 9 45 450. ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 450 മൈനസ് 325 450 മൈനസ് 325 ചെയ്യുമ്പോൾ എന്ത് വരും അല്ലേ? 125 വന്നു. 125 1 യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? നമുക്ക് കാണേണ്ടത് ഹൗ മെനി കാൻഡിഡേറ്റ്സ് ഹാഡ് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 യൂണിറ്റ് ആണ് അല്ലേ? സോ 3 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 125 ഇൻറ്റു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 375 വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ ബി 375 ആണ് എന്ത് കിട്ടുക? നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 2 റേഷ്യോ, ആദ്യം ഇനീഷ്യൽ റേഷ്യോയും അതേപോലെ തന്നെ ചേഞ്ച്ഡ് ആയിട്ടുള്ള റേഷ്യോയും അതേപോലെ 2 റേഷ്യോയിലെ 2 എൻറ്റിറ്റീസിനും വന്നിട്ടുള്ള വാല്യൂയിലുള്ള വ്യത്യാസം തരുന്ന കേസിലാണ് ഈ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലും നമുക്ക് എന്തില്ലായിരുന്നു? ഡയറക്റ്റ് ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ വാല്യൂസ് അല്ലേ? അപ്പം വാല്യൂസും റേഷ്യോസും പറഞ്ഞാൽ സെയിം എൻറ്റിറ്റീസിൻ്റെതല്ലായിരുന്നു. നേരത്തെ പറഞ്ഞിരിക്കുന്നതിൽ റേഷ്യോ അല്ലെങ്കിൽ അവിടെ ലോസ് പെർസെൻറ്റേജ് ആയിരുന്നു. ലോസ് പെർസെൻറ്റേജ് നമ്മൾ റേഷ്യോയിലോട്ടാക്കുമ്പോൾ ശരിക്കും എന്താ വരുന്നത്? ലോസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും റേഷ്യോ ആയിരുന്നു. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ചേഞ്ച്, വാല്യൂയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെതായിരുന്നു. അപ്പോൾ നമ്മൾ എന്തിലോട്ട് മാറ്റി? റേഷ്യോ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോയിലോട്ട് മാറ്റി. അതേപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് ആണ്. പക്ഷെ നമുക്ക് ചേഞ്ച് വന്നിട്ടുള്ളത് എന്തിലാണ്? അപ്ലൈഡ് ടു സെലക്റ്റഡിലാണ്. അപ്പോൾ നമ്മൾ എന്തിലോട്ട് മാറ്റി? റേഷ്യോ എന്ന് പറയുന്നത് അപ്ലൈഡ് ടു സെലക്റ്റഡിലോട്ട് മാറ്റിയതിന് ശേഷം എന്തിലോട്ട് എത്തി? ആൻസർ കണ്ടുപിടിച്ചു. സോ ഇങ്ങനെയാണ് നമുക്ക് ആൻസറിലോട്ട് എത്തേണ്ടത്. അത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? ഇത് ചെയ്തിട്ട് ആൻസർ ഇവിടെ കൊടുക്കുക, കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇതേപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.